നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കണമെങ്കിൽ അതിൽ കുറച്ച് കഷ്ടപ്പെടണം. പലപ്പോഴും അത്തരത്തിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കാതിരിക്കുന്ന സാഹചര്യവും അത്തരം വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു. മീൻമുട്ടി വനത്തിൽ ആന ചവിട്ടി കൊന്ന, അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സീത എന്ന യുവതിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു വാർത്ത. സീതയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാണ്, ആനയുടെ ആക്രമണത്തിലല്ല കൊല്ലപ്പെട്ടത് എന്ന തരത്തിൽ പിന്നീട് ഈ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തുടർ വാർത്തകൾ ആ രീതിയിലാണ് വന്നത്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ അത് ലൈവായി ബിനുവിനെ ചോദ്യം ചെയ്യുന്നു. ബിനുവിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും, ബിനു ഇങ്ങനെ ചെയ്തു, ബിനു അങ്ങനെ ചെയ്തു എന്ന തരത്തിൽ ഈ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളാണ് പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നത് ഈ സീതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നേതൃത്വം നൽകിയ ഫോറൻസിക് സർജൻ ഡോക്ടർ അദ്ദേഹം പറഞ്ഞത് ഇത് ആനയുടെ ആക്രമണത്തിലുള്ള മരണമല്ല, അത്തരത്തിലുള്ള പരിക്കുകളല്ല കാണുന്നത് എന്നാണ് പോലീസിൽ റിപ്പോർട്ട് നൽകിയത്. മാത്രമല്ല ഫോറസ്റ്റും ഇക്കാര്യത്തിൽ, അതായത് കാട്ടാനയുടെ ആക്രമണമല്ല എന്ന തരത്തിലായിരുന്നു അവരുടെ ഒരു വ്യാഖ്യാനം വന്നത്. പക്ഷേ പോലീസ് കൃത്യമായും അന്വേഷണം ആ ഒരു കരുതലോട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇപ്പോൾ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് എന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട ഭർത്താവ് ബിനു അനുഭവിച്ച ഒരു മാനസിക പീഡനം ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ആ സമയങ്ങളിൽ വലിയ ആഘോഷമാക്കിയ വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ ബിനുവിനെ കണ്ടതുപോലും നടിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിരപരാധിത്വം ഇങ്ങനെയുണ്ടായി എന്ന വാർത്ത പോലും പലരും നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു നോക്കൂ. ഭാര്യയും ഭർത്താവും കൂടി കാട്ടിൽ ആ രീതിയിൽ നടന്നു വരുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അത് കണ്ടുനിന്ന് കാട്ടാന പോയതിനു ശേഷം ഈ പരിക്കേറ്റ ഭാര്യയെ ചുമലിലേറ്റിക്കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വരികയാണ്. ആ കൊണ്ടുവരുന്നതിനിടയിലാണ് വാരിയെല്ലൊടിഞ്ഞ് അത്തരത്തിലുള്ള ഒരു പരിക്ക് പിന്നീട് ഗുരുതരമായി മാറിയാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അന്ന് പോലീസ് പല തവണയാണ് ചോദ്യം ചെയ്തത്, എന്നിട്ട് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ നീതി നിഷേധമാണ് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് കൂടുതലായി ഉണ്ടാവുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. 1 മണിക്കൂർ ബുള്ളറ്റിൽ വലിയ ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള പാവപ്പെട്ടവൻ്റെ കണ്ണീര്, അല്ലെങ്കിൽ അവന് ലഭിക്കേണ്ട നീതി, അവൻ അന്ന് അനുഭവിച്ച പീഡനങ്ങൾ, ഇതൊന്നും തന്നെ പിന്നീട് വാർത്തയാക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്.